നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അയവില്ലാതെ ഇറാൻ ഇസ്രയേൽ സംഘർഷം. ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ഇറാനും നിർത്താമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ആക്രമണത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും നിലനിൽപ്പിന്റെ പോരാട്ടമെന്നും നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. സംഘർഷത്തെ തുടർന്ന് നെതന്യാഹുവിന്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചെന്ന് റിപ്പോർട്ട്. ഇസ്രയേലിൽ 13 പേരും ഇറാനിൽ 128 പേരും കൊല്ലപ്പെട്ടു. ഇറാനും ഇസ്രയേലും കരാറിലേർപ്പെടുമെന്നും താനത് സാധ്യമാക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ എന്നിവ ആക്രമിച്ചതിന് പിന്നാലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ 3 വിമാനത്താവളങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ടെഹ്റാനിലെ മെഹ്റാബാദ്, കാരജ്, ഇമാം ഖൊമേനി എന്നീ വിമാനത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിന് നേരെയും ആക്രമണമുണ്ടായെന്ന് റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിലെ ജനവാസ മേഖലകളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. മധ്യ ഇസ്രായേലിലെ ബാത്തിയാം, ടെൽ അവീവ്, ഹൈഫ എന്നീ മേഖലകളിലാണ് മിസൈൽ ആക്രമണം. ഹൈഫയിൽ മാത്രം 40 മിസൈലുകളാണ് പതിച്ചത്. ഹജ് ഗാസിം എന്ന പുതിയ തരം മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഇറാന്റെ ആക്രമണമുണ്ടായ പ്രദേശങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശനം നടത്തി. ആക്രമണത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടിവരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. നിലനിൽപ്പിന്റെ പോരാട്ടമാണിതെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു. സംഘർഷ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും നിർത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. അതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കൻ സൈന്യത്തിന്റെ പൂർണ്ണ ശക്തി അറിയുമെന്ന് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനും ഇസ്രായേലും ധാരണയിലെത്തണമെന്നും അത് താൻ സാധ്യമാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഹൈഫയിലെ 3 ഇടങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന വിവരം വരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. മെറിൻ, രാത്രിയും ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. ഇസ്രയേലിന്റെ മിസൈലുകൾ ഇറാന്റെ വിമാനത്തെ ആക്രമിച്ചു എന്ന വിവരം, അതും ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണമെന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഹൈഫയിലേക്കും ടെൽ-അവീവിലേക്കും ആക്രമണം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? ഗോകുൽ, ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിലാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ആക്രമണം നടക്കുന്നത്. ഈ ഹൈഫ നഗരത്തിലെ 3 ഇടങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം. മിസൈലുകൾ പതിച്ചുവെന്നും മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും പതിച്ചുവെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നും ഇപ്പോൾ റിപ്പോർട്ടുണ്ട്. ഈ കാര്യം തന്നെ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടെലിവിഷൻ തന്നെ ഈ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നതുമുണ്ട്. അവിടെ ആക്രമണം നടത്തിയെന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പോലീസിന്റെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. അതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആളപായമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഹൈഫയിൽ നടന്നിട്ടുള്ളത്. ഇസ്രായേലിന്റെ തന്നെ ഒരു തുറമുഖ നഗരമാണ്, വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖ നഗരമാണ്. ഹൈഫയുടെ ആകാശങ്ങളിൽ എല്ലാം ആ മിസൈൽ തട്ടി താഴേക്ക് വീഴുന്നതും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്നതുമായുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ മഷ്ഹാദ് എന്ന എയർപോർട്ടിൽ ആക്രമണം നടത്തിയെന്ന വിവരം വരുന്നുണ്ട്. അവിടെ ഇന്ധനം നിറയ്ക്കാൻ വന്ന വിമാനത്തെ വെടിവെച്ചിട്ടെന്നും ഒരു കമാൻഡറെ വധിച്ചെന്നുമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഇപ്പോൾ പ്രധാനമായും ജെറുസലേമിലെ ജനവാസ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇറാന്റെ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഹൈഫ അതുപോലെ തന്നെ ടെൽ അവീവ് തുടങ്ങിയ നഗരങ്ങളിലാണ് ഇറാന്റെ പ്രധാനമായിട്ടുള്ള ആക്രമണം നടക്കുന്നത്, മിസൈൽ ആക്രമണം നടക്കുന്നത്. ബാലിസ്റ്റിക് അതുപോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരിച്ചു പ്രത്യാക്രമണങ്ങളും തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഹൈഫയിൽ 3 ഇടങ്ങളിൽ ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റെന്നും വിവരമുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ഇസ്രായേൽ ഇപ്പോൾ പൗരന്മാർക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ജനങ്ങൾക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്നും പോലീസിന്റെ നിർദ്ദേശമെല്ലാം പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗോകുൽ, ശരി. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇറാനും ഇസ്രയേലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണം തുടരുകയാണ്.
ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകൾ അത് ഇറാന്റെ വിമാനങ്ങൾക്ക് ഇന്ധനം പകരുന്ന വിമാനത്തിനെയാണ് തകർത്തതെന്നാണ് അവകാശപ്പെടുന്നത്. അതും ഏറ്റവും ദൈർഘ്യമേറിയ ഈ ഓപ്പറേഷൻ ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോൾ തിരിച്ച് ഹൈഫയിലും ടെല്ലവീവിലും കെട്ടിടങ്ങൾക്ക് നേരെ 3 ആക്രമണം ഉണ്ടായി എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇസ്രയേലിന് നേരെ ഇറാന്റെ മിസൈലുകളും എത്തുന്നു. മറ്റു വാർത്തകളിലേക്ക്. സൗദിയിലേക്കുള്ള വിസിറ്റിംഗ് വിസ വീണ്ടും അനുവദിച്ചു തുടങ്ങിയെങ്കിലും താമസ കാലയളവിനെ കുറിച്ച് ആശയക്കുഴപ്പം തുടരുന്നു. 1 വർഷത്തെ മൾട്ടിപ്പിൾ വിസയാണോ സിംഗിൾ എൻട്രി വിസയാണോ എന്നത് അതാത് രാജ്യത്തെ സൗദി എംബസി തീരുമാനിക്കുമെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ഹജ്ജിനോടനുബന്ധിച്ച് നിർത്തിവച്ചിരുന്ന വിസിറ്റ് വിസ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് സൗദി വീണ്ടും അനുവദിച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ മോഫ വെബ്സൈറ്റിൽ 1 വർഷത്തെ മൾട്ടിപ്പിൾ വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ മൾട്ടിപ്പിൾ വിസയ്ക്കുള്ള ഓപ്ഷൻ ഇപ്പോൾ കാണിക്കുന്നില്ല. മൾട്ടിപ്പിൾ വിസയാണോ സിംഗിൾ എൻട്രി വിസയാണോ എന്ന് അതാത് രാജ്യത്തെ സൗദി എംബസികളാണ് തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. താമസ കാലയളവ്, എത്ര തവണ സൗദിയിൽ പ്രവേശിക്കാം എന്നീ കാര്യങ്ങളും വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് എംബസി തീരുമാനിക്കും. ഇന്ത്യയിലെ സൗദി എംബസി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് ജിദ്ദയിലെ ECBിൽ ജനറൽ സർവീസ് പ്രതിനിധി ഇർഷാദ് പാറക്കൽ പറഞ്ഞു. 365 ദിവസത്തെ ഫാമിലി മൾട്ടിപ്പിൾ റീഎൻട്രി വിസ അല്ലെങ്കിൽ 90 ഡേയ്സിൻ്റെ സിംഗിൾ എൻട്രി വിസ എന്നുള്ള ഒരു ഓപ്ഷൻ നിലവിൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മൊഫ വെബ്സൈറ്റ് പ്രകാരം ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, അതുപോലെ തന്നെ നമ്പർ ഓഫ് എൻട്രീസ്, പിന്നെ സൗദിയിൽ എത്ര കാലം ഇവിടെ താമസിക്കാം എന്നുള്ള കാര്യങ്ങൾ അതാത് രാജ്യത്തെ സൗദി എംബസി വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് വെബ്സൈറ്റിൽ ഫാമിലി വിസിറ്റ് വിസക്ക് തൊലബ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ വിസിറ്റ് വിസ സ്റ്റാമ്പിംഗ് നാളെ പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. 1 വർഷത്തെ മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസയിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് സൗദിയിലെത്തിയിരുന്നത്. ഇനി ഈ അവസരം ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ജലീൽ കണമംഗലം, 24 ജിദ്ദ. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകർ അടുത്ത വർഷം മുതൽ 6 മാസം മുമ്പെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ. 10,000-കണക്കിന് തീർത്ഥാടകർക്ക് ഹജ്ജിനുള്ള അവസരം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് അറിയിപ്പ്. സർക്കാരിൽ നിന്ന് പണം കിട്ടുന്ന മുറയ്ക്ക് ഇത്തവണ പോകാൻ സാധിക്കാത്തവർക്ക് പണം തിരികെ നൽകുമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA അസീസ് 24-നോട് പറഞ്ഞു. ഇത്തവണത്തെ ഹജ്ജിന് ഇന്ത്യയിൽ നിന്നുള്ള 42,000-ഓളം തീർത്ഥാടകർക്ക് അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് 42,000-ഓളം തീർത്ഥാടകർക്ക് അവസരം നഷ്ടപ്പെട്ടത്? ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി MA അസീസ്. എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ നിന്നും ഏകദേശം 52,000 ആളുകൾക്ക് ഇത്തവണ ഹജ്ജ് കോട്ട വീതിച്ച് നൽകിയിരുന്നു. 26 CHOകൾക്കായിട്ടാണ് ഹജ്ജ് കോട്ട വീതിച്ച് നൽകിയത്. അതിൽ ഓരോ CHOകളിലും 2,000 പേരാണ് ഉണ്ടായിരുന്നത്. CHOകൾക്ക് വിവരം ലഭിച്ച പ്രകാരം ഒരാഴ്ച കൊണ്ട് തന്നെ പണമടക്കുന്നതിന് വേണ്ടി മാർച്ച് 10 മുമ്പ് പണമടക്കുന്നതിന് വേണ്ടി ബഹുഭൂരിഭാഗം HGOകൾക്കും തയ്യാറായെങ്കിൽ പോലും ചില HGOകൾക്ക് പണമടക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ CHOകൾക്ക് മിനിസ്ട്രിയിലേക്ക് സമയപരിധിക്കകം പണമടക്കാൻ സാധിച്ചില്ല. അതിൻ്റെ പേരിൽ സൗദി ഗവൺമെൻറ് വീണ്ടും നീട്ടിക്കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സമയപരിധി നീട്ടി ലഭിക്കാത്തതിൻ്റെ കാരണത്താലാണ് ഇത്തവണ നമുക്ക് ഹജ്ജിൽ വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്. സാധാരണ രീതിയിൽ റംസാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവിധ നടപടിക്രമങ്ങളും തീർക്കാറുള്ളത്. അത് ദുൽഖഅദ് പകുതി വരെ ഒക്കെ സമയമുണ്ടാവാറുണ്ട്. അത് മാത്രവുമല്ല, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓരോ HGOകളും നേരിട്ടായിരുന്നു പണം അയച്ചിരുന്നത്. ഇപ്പോൾ CHOക്ക് പണം അടച്ചതിന് ശേഷം CHO ഇന്ത്യൻ ഹജ്ജ് മിഷൻ അടക്കുകയും ഇന്ത്യൻ ഹജ്ജ് മിഷൻ നേരിട്ട് സൗദി അധികൃതർക്ക് അടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന കാലതാമസവും ഇതിന് പ്രത്യേകമായ ഒരു കാര്യമായിട്ടുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ സാധാരണ ഈ റമദാനിന് ശേഷമാണ് ഈ സ്വകാര്യ ഗ്രൂപ്പുകളിൽ ആളുകൾ ഹജ്ജിന് പോകണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ ഇനി മുതൽ അത് ശരിയാവില്ല, ഒരു 6 മാസം മുമ്പെങ്കിലും വേണം എന്ന രൂപത്തിലാണോ ഇപ്പോൾ ഇത് നൽകുന്ന ശരിക്കുള്ള പാഠം എന്താണ്? തീർച്ചയായും നേരത്തെ തന്നെ ഹജ്ജിന് തയ്യാറാകുന്ന ആളുകൾ പ്രൈവറ്റ് ഗ്രൂപ്പാണെങ്കിലും ഹജ്ജ് കമ്മിറ്റി ഇവിടെ അപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന ആ സമയത്ത് തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പിലും അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പ്രൈവറ്റ് ഗ്രൂപ്പിന് നിയമപ്രകാരം ഹജ്ജ് കോട്ട അനുവദിച്ചതിന് ശേഷം മാത്രമേ ബുക്കിംഗ് എടുക്കാൻ കഴിയുകയുള്ളൂ. ഏകദേശം ഈ മക്കയിലെ ഈ മദീനയിലെയും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മീന മഷായറിനൊക്കെ ഉള്ള പണങ്ങൾ മുഴുവൻ ഞങ്ങൾ നേരത്തെ തന്നെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കിട്ടാതെ ഒരിക്കൽ പോലും ഒരു ഏജൻസിക്കും
മുഴുവൻ പണവും തിരിച്ചടക്കാൻ കഴിയാത്ത ഹാജിമാർ പൈസ തിരിച്ചു ചോദിക്കുന്നില്ലേ? ഹാജിമാർ പൈസ പലരും തിരിച്ചു ചോദിക്കുന്നുണ്ട്. തിരിച്ചു കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിന് പൈസ കിട്ടിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് നൽകിയ നിർദ്ദേശപ്രകാരം ഈ തവണത്തെ ഹജ്ജ് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പണം റീഫണ്ട് ചെയ്യുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. പാട്ടിന്റെ പാലാഴി തീർത്ത് ദോഹയിൽ അരങ്ങേറിയ ഹൃദയരാഗങ്ങൾ 8ാം സീസൺ ശ്രദ്ധേയമായി. ONVയുടെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും തെരഞ്ഞെടുത്ത പാട്ടുകൾ കോർത്തിണക്കി ചന്ദ്രകല ആർട്സാണ് ഹൃദയരാഗങ്ങൾ വേദിയിലെത്തിച്ചത്. പാട്ടുമറക്കാത്ത മലയാളിയുടെ മനസ്സിൽ വർഷങ്ങളായി തങ്ങി നിൽക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായാണ് ഹൃദയരാഗങ്ങൾ ഖത്തറിലെ ആസ്വാദക മനസ്സുകളിൽ കുളിർമഴയായി പെയ്തിറങ്ങിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു നല്ല പാട്ടുകാലത്തിന്റെ ഓർമ്മകൾ രാഗതാള വിസ്മയങ്ങൾ തീർത്ത് 4 മണിക്കൂറോളം നീണ്ടുനിന്നു. കവിതയ്ക്കും പാട്ടിനുമിടയിലെ സ്വനതന്ത്രികളെ സംഗീത പ്രേമികളുടെ ചുണ്ടുകളിലേക്ക് പകർന്ന 30-ലേറെ ഗാനങ്ങൾ ആസ്വാദകർക്ക് തരളിതമായ ഓർമ്മകളിലേക്കും മഴ നനഞ്ഞൊരു പ്രണയകാലത്തേക്കുമുള്ള തിരിച്ചുപോക്കുകൂടിയായി. മധു ബാലകൃഷ്ണന്റെ ആലാപന സൗന്ദര്യത്തിൽ തുടങ്ങി നിഷാദ്, സുദീപ് കുമാർ, രവിശങ്കർ, വൃന്ദ മേനോൻ, സുമി അരവിന്ദ്, ചിത്ര അരുൺ എന്നീ മികച്ച ശബ്ദ സൗകുമാര്യങ്ങളിലൂടെയുള്ള സപ്തസ്വര സഞ്ചാരത്തിന് ആസ്വാദകർ നൽകിയത് നിറഞ്ഞ കയ്യടി. ആരും കൊതിച്ചു പോകുന്ന പാട്ടുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അരങ്ങും സദസ്സും ഉണർത്തിയപ്പോൾ ഈ പാട്ടുകൾ എനിക്ക് സ്വന്തമെന്ന തോന്നലായിരുന്നു ഓരോ ആസ്വാദകനും. മലയാളിയുടെ ചിരിയും വാക്കുമായ ജയരാജ് വാര്യരുടെ സ്വതസിദ്ധമായ അവതരണ ശൈലിയും ഹൃദയരാഗങ്ങളെ ഏറെ ശ്രദ്ധേയമാക്കി. ഖത്തറിലെ കലാസ്നേഹികൾക്കിടയിൽ ഏറെ സുപരിചിതനായ നടനും ഗാനരചയിതാവുമായ ചന്ദ്രമോഹൻ പിള്ള തുടർച്ചയായ 8ാം വർഷമാണ് ഹൃദയരാഗങ്ങളുമായി ഖത്തറിലെ ആസ്വാദകർക്ക് മുന്നിലെത്തുന്നത്. അൻവർ പാലേരി, 24, ദോഹ. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പൽപക് ഉപദേശക സമിതി അംഗം അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അബു ഖലീഫ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ അബാസിയ, സാൽമിയ, ഫർവാനിയ, ഫഹാഹിൽ ഏരിയകളിൽ നിന്നുള്ള നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. വിജയിച്ച ടീമുകൾക്ക് പ്രസിഡന്റ് രാജേഷ് പരിയാരത്ത് ട്രോഫികൾ വിതരണം ചെയ്തു. തിരുവല്ല സ്വദേശി കുവൈറ്റിൽ മരിച്ചു. പാർനാട്ട് വീട്ടിൽ റോയ് വർഗീസാണ് ഫർവാനിയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഫ്രാഗ്രൻസ് വേൾഡ് 24 കേരള ക്രിക്കറ്റ് ചലഞ്ച് ദുബൈയിൽ പുരോഗമിക്കുന്നു. ദുബൈയിലെ ഡാന്യൂബ് സ്പോർട്സ് വേൾഡിലാണ് മത്സരം നടക്കുന്നത്. പുരുഷ ടീമുകൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. കേരളത്തിലെ 14 ടീമുകൾ ഒപ്പം വനിതാ ടീമുകൾ ഏറ്റുമുട്ടുന്ന 24 കേരള ക്രിക്കറ്റ് ചലഞ്ച് ഇതാ ദുബായിലെ ഡാന്യൂബ് സ്പോർട്സ് വേൾഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശോജ്വലമായ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരാണ് കപ്പ് ഉയർത്തുക എന്നറിയാനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും തന്നെ. എന്തായി കളികൾ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ് സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ആര് കപ്പ് ഉയർത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ്. നമ്മൾ ഡേ 1ഉം ഡേ 2 എടുത്ത് നോക്കുമ്പോൾ ആദ്യം മുൻനിരയിൽ നിന്ന് കോട്ടയം, കൊല്ലം എന്നിവ ടീമുകളൊക്കെ പുറത്തായിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സെമി ഫൈനലിൽ എത്തിയ ടീം ആരും പ്രതീക്ഷിക്കാത്ത വയനാടാണ്. കണ്ണൂരും വയനാടുള്ള കളിയിൽ കണ്ണൂർ എന്തായാലും തീർച്ചയായിട്ടും ജയിക്കുമെന്ന് വിചാരിച്ച എല്ലാ കാണികളും അവരുടെ അമ്പരത്തിലിരിക്കുകയാണ്. ലാസ്റ്റ് ഓവറിൽ 5 റൺസ് മാത്രം വേണ്ടുന്ന കണ്ണൂർ വളരെ 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 ധൈര്യമായിട്ട് 2ഉം 3ഉം വിക്കറ്റ് കളഞ്ഞ് തോറ്റിരിക്കുകയാണ്. സെമി ഫൈനലിലേക്ക് വയനാട് കടന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ കടന്ന് വരാൻ കഴിയാത്ത തരത്തിലുള്ള ആൾ തിരക്കായിട്ട് അനുഭവപ്പെടുന്നത്. ആസിഫ് അലി ഇവിടെ വന്നപ്പോഴുണ്ടായ നമ്മൾ ജനത്തിരക്ക് നമ്മൾ കണ്ടതാണ്. എങ്ങനെയായിരുന്നു ആ ഒരു? അത് മാത്രമല്ല, നമുക്കിവിടെ ആ സമയത്ത് നമ്മുടെ പ്ലേയേഴ്സ് ആയാലും ഫാമിലീസും ഇവിടെ പല ഈവൻസും നടന്ന സ്ഥിതിക്ക് ഇവിടെ ഇഷ്ടംപോലെ കാണികൾ കടന്നു വന്ന് ഇപ്പം നമുക്ക് ഇപ്പോൾ 10 മണിക്ക് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ സൗണ്ട് കേൾക്കാം. നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്വാർട്ടർ ഫൈനൽസ് നടക്കുമ്പോൾ. അപ്പം ഇത് ഇത്രയും ഈ KCC 24 KCC ഒരു വലിയ സക്സസ് തന്നെ പറയാം.
എന്തായാലും ഇനിയിപ്പോ രാത്രി 12 മണിയോട് കൂടി തന്നെ ഫൈനൽസ് നടക്കുന്നത് അല്ലേ? അതെ, ഇപ്പം നമ്മൾ ക്വാർട്ടർ ഫൈനൽസ് 3 മാച്ചും കൂടി സൈമൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 20 മിനിറ്റോടെ നമുക്ക് അതറിയും, വിവരറിയും സെക്കൻഡും തേർഡും ഫോർത്ത് സെമി ഫൈനലിസ്റ്റ് ആരാണ്. അതിനായി കാത്തിരിക്കുകയാണ്. രാത്രി ഏറെ വൈകിയും മലയാളികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തായാലും ആര് കപ്പ് ഉയർത്തും പറയാൻ കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? അടിപൊളിയാണ് പറയാനില്ല. ആദ്യമായിട്ടാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇൻഡോർ ക്രിക്കറ്റ് വരുന്നത്. അടിപൊളിയാണ്, ശരിക്കും ഇഷ്ടപ്പെട്ടു. എപ്പോഴാണ് എത്തിയത് ഇവിടെ? ഇവിടെ ഒരു ഉച്ചയായപ്പോ എത്തിയിരുന്നു. വന്നതാണ്, ജസ്റ്റ് കണ്ടിട്ട് പോകുന്ന രീതി വന്നതാണ്. പക്ഷെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ശരിക്കും 24 ന്യൂസിനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട് ഈ കാര്യത്തിൽ. സംഭവം അറേഞ്ച് ചെയ്തത് ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? വയനാട് ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിരുന്നോ? ഞങ്ങൾ ഇന്നാണ് ആദ്യമായിട്ട് വന്നത്. പക്ഷെ നമുക്ക് ഫാമിലി ആയിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വൈകുന്നേരം ആസിഫ് അലി കണ്ട ഒരു അനുഭവം എന്താ? ഇറ്റ് വാസ് വണ്ടർഫുൾ. ഇന്ന് വന്നുകൊണ്ട് ഇത് കാണാൻ പറ്റി. തീർച്ചയായും എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മലയാളികൾ എല്ലാവരും. ഇനി ആര് കപ്പ് ഉയർത്തുമെന്ന് അറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ തോതിൽ 24 ക്രിക്കറ്റ് ചലഞ്ച് മലയാളികൾ ഏറ്റെടുത്ത കാഴ്ച തന്നെയാണ് പ്രവാസ ലോകത്തുനിന്നും കാണാനുള്ളത്. ദുബായിൽ നിന്നും ശരച്ചെറുക്കുന്നതിനൊപ്പം അരുൺ പാറാർ, 24. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളം ഉയർത്തി താരപ്രചാരകരുടെ റോഡ് ഷോ. UDF-നായി പ്രിയങ്ക ഗാന്ധിയും LDF-നായി മുഖ്യമന്ത്രി മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിച്ചു. തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പത്താനുമായി റോഡ് ഷോ നടത്തി PV അൻവറും കരുത്തുകാട്ടി. നിലമ്പൂരിൽ ഇന്ന് കണ്ടത് സൂപ്പർ സൺഡേ. കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഗഫൂറിന്റെ വീട്ടിലാണ് ആദ്യം പ്രിയങ്ക ഗാന്ധി MP എത്തിയത്. തുടർന്ന് ആര്യാടൻ ഷൗക്കത്തിനായി വോട്ടഭ്യർത്ഥിച്ച് മൂത്തേടത്തും നിലമ്പൂരിലും. വന്യമൃഗശല്യം, ക്ഷേമ പെൻഷൻ, ആശാവർക്കർമാരുടെ സമരവും പരാമർശിച്ച് പ്രിയങ്കയുടെ പ്രസംഗം. നിങ്ങളുടെ ജീവനും ജീവനോപാധികളും രാഷ്ട്രീയവൽക്കരിക്കാൻ ഇട നൽകരുതെന്ന് പ്രിയങ്ക ഗാന്ധി. We will not accept a politics that ignores our needs, that ignores our issues, that does not help us to stand up on our own feet and does not strengthen us as a community and as a people. Now, to stand united, to vote for those who work hard for you, who understand that honesty towards you, that dedication towards you, that service towards you is why they are all assembled on this stage. മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിരുന്ന മുഖ്യമന്ത്രി ഇന്ന് 3 ഇടത്ത് നടന്ന LDF കൺവെൻഷനുകളിൽ പങ്കെടുത്തു. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആരെയും അകറ്റേണ്ടതില്ല, എല്ലാവരെയും കൂടെ കൂട്ടാമെന്നാണ്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു മുന്നണിയല്ല LDF. ഞങ്ങൾക്ക് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. യൂസഫ് പത്താനുമായുള്ള PV അൻവറിന്റെ റോഡ് ഷോ ശക്തി പ്രകടനമായി മാറി. വഴിക്കടവ് വരെ നടന്ന റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. अनवर जी के लिए मुझे बहुत खुशी है कि उन्होंने जो काम किए हैं वो काम की वजह से उनको इतना प्यार यहाँ पर मिल रहा है और ये देख के बहुत अच्छा लग रहा है मुझे. കൊട്ടിക്കലാശത്തിന് മുൻപ് കനത്ത മഴയെയും അവഗണിച്ച് മുന്നണി ക്യാമ്പുകളെ ഇളക്കി മറിക്കുന്നതായി ഇന്നത്തെ ദിനം. ടീം 24 നിലമ്പൂർ. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ മരച്ചിലയിൽ ഇടിച്ച് തകർന്ന് പൈലറ്റ് അടക്കം 7 പേർ മരിച്ചു. ഗൗരികുണ്ഠിനടുത്ത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് അപകടം. എയർക്രാഫ്റ്റ് ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പുലർച്ചെ 5:30 ആര്യൻ ഏവിയേഷന്റെ സ്വകാര്യ ഹെലികോപ്റ്റർ പുറപ്പെട്ടത്. കേദാർനാഥിലേക്കുള്ള യാത്രാമധ്യേ ഗൗരികുണ്ഡിന് സമീപം പ്രതികൂല കാലാവസ്ഥ ദൃശ്യപരിധിയെ ബാധിച്ചു. തൊട്ടടുത്ത നിമിഷം ഹെലികോപ്റ്റർ മരച്ചില്ലയിൽ ഇടിച്ചു തകർന്നു. പൈലറ്റും ഒരു കുട്ടിയുമടക്കം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 7 പേരും അപകടത്തിൽ മരിച്ചു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപകടത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കർശന നിർദ്ദേശങ്ങൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകി. ഹെലികോപ്റ്ററുകളിൽ കർശനമായി സാങ്കേതിക പരിശോധനകൾ നടത്തണമെന്നും കൃത്യതയാർന്ന കാലാവസ്ഥാ വിവരം ഹെലികോപ്റ്റർ അധികൃതർക്ക് കൈമാറണമെന്നും നിർദ്ദേശിച്ചു. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഹെലികോപ്റ്റർ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ മാസം ആദ്യവാരം സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒരു ഹെലികോപ്റ്റർ ഹൈവേയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു.
ആർ അച്യുതൻ, 24 ഡൽഹി. പൂനെയിൽ നദിക്ക് കുറുകെയുള്ള നടപ്പാലം തകർന്നു വീണ് 2 മരണം, 30ഓളം പേർ ഒഴുക്കിൽപ്പെട്ടു. 6 പേരുടെ നില ഗുരുതരമാണ്. കാലപ്പഴക്കം ചെന്ന പാലമാണ് തകർന്നത്. സ്ഥലത്ത് രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. പൂനെയിലെ തലേഗാവിൽ ഇന്ദ്രായണി നദിയുടെ കുറുകെയുള്ള പഴയ പാലമാണ് തകർന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. കുന്തുമാല വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്നതാണ് നടപ്പാലം. അവധി ദിവസമായതിനാൽ പ്രാദേശിക വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തിയ ദിവസമായിരുന്നു. നദിയിൽ കുത്തൊഴുക്കുമുണ്ടായിരുന്നു. പാലം തകർന്നതോടെ സഞ്ചാരികൾ ഒഴുക്കിൽപ്പെട്ടു. ചിലർ പാറയിലും മറ്റും പിടിച്ച് രക്ഷപ്പെട്ടു. ആദ്യം നാട്ടുകാരും പിന്നീട് പോലീസും ഫയർഫോഴ്സും രക്ഷാദൌത്യം തുടങ്ങി. ദുരന്ത നിവാരണ സേനയും പിന്നീട് സ്ഥലത്തെത്തി. പാലത്തിന്റെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി. സുപ്രിയ സുലെ അടക്കമുള്ള നേതാക്കൾ സ്ഥലത്ത് നേരിട്ടെത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ മഹാരാഷ്ട്ര സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം ലോണാവാലയിലെ ഗുഷി ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിനാകെ ജീവൻ നഷ്ടമായിരുന്നു. 24 മുംബൈ. എറണാകുളം മലയാറ്റൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി. ഇല്ലിത്തോട് പഞ്ചായത്തിലെ വീടുകളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വ്യാഴാഴ്ച രാവിലെയാണ് ഇല്ലിത്തോട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം ബ്ലോക്കിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത്. സമീപമുണ്ടായിരുന്ന പുഴയിൽ കുളിക്കാനിറങ്ങിയ കാട്ടാനകൾ വീട്ടുമുറ്റത്തെത്തി. പ്രദേശവാസികൾ ഉടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് കാട്ടാനകളെ പ്രദേശത്തു നിന്ന് തുരത്തുകയായിരുന്നു. മലയാറ്റൂർ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്ന പരാതി വനംവകുപ്പിന് മുന്നിലെത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. കാട്ടാനക്കൂട്ടം നാശനഷ്ടങ്ങളുണ്ടാക്കാത്തത് ആശ്വാസമായി. പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശന പരിശോധന നടത്തുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയതിൽ മരുമകളുടെ സഹോദരി ലിവിയ ജോസ് റിമാൻഡിൽ. തന്നെ അപമാനിച്ചതിലുള്ള പ്രതികാരമെന്നാണ് ലിവിയയുടെ കുറ്റസമ്മതം. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ ലിവിയയെ അപമാനിച്ചിട്ടില്ലെന്ന് ഷീല സണ്ണി പ്രതികരിച്ചു. തന്നെക്കുറിച്ച് മോശമായ രീതിയിൽ ഷീല സണ്ണി സംസാരിച്ചെന്നും തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് LSD സ്റ്റാമ്പുകൾ ബാഗിൽ വെച്ച് ലഹരിക്കേസിൽ പെടുത്തിയതെന്നുമാണ് ലിവിയുടെ കുറ്റസമ്മതം. യഥാർത്ഥ സ്റ്റാമ്പ് എന്ന് കരുതി ബാഗിൽ വെച്ച സ്റ്റാമ്പ് വ്യാജ സ്റ്റാമ്പായതോടെ ആസൂത്രണം പാളി. അവരെ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലഹരി സ്റ്റാമ്പാണ് അവർ വാങ്ങിച്ചത്. അത് വ്യാജമായി പോയി. മോട്ടീവ് അവരുടെ ഇഷ്യൂസാണ്, അവരുടെ ഫാമിലിയുടെ ഇടയിലുണ്ടായ ഇഷ്യൂസ്, പിന്നെ ഇവളെ പേഴ്സണലായിട്ടുള്ള ഇവൾക്ക് നേരെയുള്ള ഹറാസ്മെന്റ്. എന്നാൽ ലിവിയെ പറ്റി ആരോടും മോശമായി പറഞ്ഞിട്ടില്ലെന്ന് ഷീല സണ്ണി വ്യക്തമാക്കി. മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് സംശയിക്കുന്നതായും ഷീല സണ്ണി. ഇത് അവള് പറയണത് കള്ളാണ്. ഞാൻ അവളെ ഒരിക്കലും വ്യക്തിപരമായിട്ട് അവഹേളിച്ചിട്ടില്ല. അപവാദം അപവാദം പരത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ അവൾ ചേച്ചിക്കും അറിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ചേച്ചീനെ അവള് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളത് പറയണത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ നാരായണദാസിനൊപ്പം ലിവിയെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇരുവരുടെയും മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സൂരജ് സജി, 24 തൃശൂർ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.